ഹായ് ഹലോ വെൽക്കം ബാക്ക്. എന്താണ് എല്ലാവരും വിശേഷം? നമ്മളടുത്ത് കുറച്ച് പേരൊക്കെ കമൻറ്റിലൂടെ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ കേരളത്തിൽ എയർപോർട്ട് ജോബ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയിൽ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 205ഓളം വാക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ടോട്ടൽ 208 വേക്കൻസീസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിൽ ഫസ്റ്റ് കാണുന്ന ആ ഒരു ഓപ്ഷനിൽ തന്നെ നമുക്ക് PDF എന്ന് പറയുന്ന ആ ഒരു ഐക്കണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 21-ാം തീയതിയാണ്, ഈ മാസം 21-ാം തീയതി. അപ്പോൾ ആ ഒരു PDF ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജായിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഈ ഒരു പേജസൊക്കെ വായിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ റിക്രൂട്ട്മെൻറ്റിൽ 208 ഒഴിവുകളാണ് ആകെ വന്നിട്ടുള്ളത്. അതിൽ 205 ഒഴിവുകൾ വന്നിട്ടുള്ളത് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. 3 കാറ്റഗറിയിലാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ റാം സർവീസ് എക്സിക്യൂട്ടീവ്, സെക്കൻഡ് വൺ യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാം ഡ്രൈവർ, തേർഡ് വൺ ഹാൻഡിമാൻ ഹാൻഡി വുമൻ വേക്കൻസിയാണ്. ഇതിൽ റാം സർവീസ് എക്സിക്യൂട്ടീവ് 3 വേക്കൻസീസാണ് വന്നിട്ടുള്ളത്. റാം ഡ്രൈവർ 4 വേക്കൻസീസാണ്. ഹാൻഡിമാൻ ഓർ ഹാൻഡി വുമൻ 201 വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഓൺലൈനായിട്ടല്ല അപേക്ഷ വരുന്നത്. അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡേറ്റും ടൈമും ലൊക്കേഷനും എല്ലാം അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. റാം സർവീസ് എക്സിക്യൂട്ടീവ്, യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാം ഡ്രൈവർ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് 5-ാം തീയതി ഒക്ടോബർ 5-ാം തീയതി 9 മണിക്കും 12 മണിക്കും ഇടയ്ക്കായിട്ട് ആ പറഞ്ഞിരിക്കുന്ന ലൊക്കേഷനിൽ എത്തിച്ചേരേണ്ടതാണ്. എറണാകുളം അങ്കമാലിയിൽ വെച്ചിട്ടാണ്, MC റോഡിൽ ജഗന്നാഥ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. കറക്റ്റ് ലൊക്കേഷനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വായിച്ചു നോക്കാം. ഹാൻഡിമാൻ എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഏകദേശം നേരത്തെ പറഞ്ഞ പോലെ 201 ഒഴിവുകൾ വന്നിരിക്കുന്ന ആ ഒരു ഒഴിവിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് 7-ാം തീയതി ഒക്ടോബർ 7-ാം തീയതി 9 മണിക്കും 12 മണിക്കും ഇടയ്ക്കായിട്ട് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ അടിയിലായിട്ട് തന്നെ അവർ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ 3 വർഷത്തെ ഫിക്സഡ് ടേം കോൺട്രാക്ട് ബേസിസിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു അവസരം വരുന്നത്. ഇനി നമുക്ക് ഓരോ ഒഴിവിലേക്കും പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ ഏജ് ലിമിറ്റ്, സാലറി ഡീറ്റെയിൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. റാം സർവീസ് എക്സിക്യൂട്ടീവ് ഇവിടെ 3 വർഷത്തെ ഡിപ്ലോമയാണ് പറയുന്നത്. അത് മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ പ്രൊഡക്ഷൻ ഓർ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ റെക്കഗ്നൈസ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് അവരൊരു ബ്രാഞ്ച് അവർ കൊടുത്തിട്ടുണ്ട്. 3 വർഷത്തെ ഡിപ്ലോമയാണ്. അതല്ലെങ്കിൽ ITI 3 വർഷത്തെ ITI ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. 24,960 രൂപയാണ് മന്ത്ലി സാലറി അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് പറയുന്നത് 18 വയസ്സ് പൂർത്തിയായത് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൽ SC ST കാറ്റഗറിക്കും അതുപോലെ തന്നെ OBCക്ക് എല്ലാം റിലാക്സേഷൻ ഉണ്ട്. OBC വരുന്നത് 3 വർഷത്തെയാണ്. അതുപോലെ തന്നെ SC STക്ക് 5 വർഷത്തെ റിലാക്സേഷനും പറയുന്നുണ്ട്. ഇനി പറയുന്ന റാം സർവീസ് എക്സിക്യൂട്ടീവ് ജോലിയുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളെ ഗ്രൗണ്ട് സപ്പോർട്ടിംഗ് എക്യുപ്മെൻറ്റ്സ് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് റാം സർവീസ് എക്സിക്യൂട്ടീവ് മെയിനായിട്ട് ഡ്യൂട്ടി വരുന്നത്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്ലെയിനിലേക്ക് കയറ്റാനുള്ള എക്യുപ്മെൻറ്റ്സ് അതല്ലെങ്കിൽ പാസഞ്ചേഴ്സിൻ്റെ ബാഗേജസൊക്കെ നോർമലായിട്ട് നമ്മളൊരു വാഹനത്തിലാണ് പ്ലെയിനിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ വാഹനം ഡ്രൈവ് ചെയ്യുക, അതല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെ മെയിൻ്റനൻസ് ഡ്യൂട്ടി ആയിരിക്കും ഈ പറയുന്ന റാം സർവീസ് എക്സിക്യൂട്ടീവിന് വരുന്നത്. അടുത്ത വേക്കൻസി വരുന്നത് യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാം ഡ്രൈവർ എന്ന വേക്കൻസിയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ SSLC പാസ്സായിട്ടുള്ള ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സാലറി ആയിട്ട് വരുന്നത് 21,270 രൂപയാണ്. ഏജ് ലിമിറ്റ് പറയുന്നത് 28 തന്നെയാണ്. അതായത് 18 വയസ്സ് പൂർത്തിയായി 28 വയസ്സിനിടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. OBCക്ക് 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. ഒപ്പം SC ST കാറ്റഗറിയിലുള്ളവർക്ക് 5 വർഷത്തെ റിലാക്സേഷനും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കുന്നവർ നിങ്ങളുടെ SSLC ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ വേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ HMV ഡ്രൈവിംഗ് ലൈസൻസ്, അതായത് ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ്. ഇതിൻ്റെ ട്രേഡ് ടെസ്റ്റിൻ്റെ ടൈമിൽ നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ്.
ഈ ഒരു ജോലിയുടെ സ്വഭാവം അതല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് ഹെവി വെഹിക്കിൾ, അപ്പോൾ അതായത് ട്രാക്ടർ അല്ലെങ്കിൽ ബസ്, ഗ്രൗണ്ട് സർവീസ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അതെല്ലാം ഡ്രൈവ് ചെയ്യുക എന്ന് തന്നെയാണ്. അതുപോലെ പാസഞ്ചേഴ്സിനെ സേഫായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പ്ലെയിനിനെ അടുത്തേക്ക് കൊണ്ടുപോവുക, അത്തരം ഡ്യൂട്ടീസാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഈ ജോലിയിലെല്ലാം തന്നെ ഷിഫ്റ്റും അതുപോലെ തന്നെ നൈറ്റ് ഡേ ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഷിഫ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിനും കൂടി വില്ലിങ് ആയവർ അപ്ലൈ ചെയ്യുക. അടുത്തത് ഹാൻഡിമാൻ ഓർ ഹാൻഡി വുമൻ വേക്കൻസിയിലേക്കാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 201ഓളം വേക്കൻസീസാണ് ഇവിടെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആർക്കും അപേക്ഷിക്കാവുന്നതാണ്. അവിടെ ഒരു ചെറിയ കണ്ടീഷൻ പറയുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ്, ഹിന്ദി അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജ് ഇപ്പോൾ നമ്മുടെ മലയാളം ഒക്കെ അത്യാവശ്യം വായിക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനുമുള്ള കഴിവുള്ളവരായിരിക്കണം അപേക്ഷിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. സാലറി ആയിട്ട് വരുന്നത് 18,840 രൂപയാണ്. ഏജ് ലിമിറ്റ് പറയുന്നത് 28 വയസ്സ് തന്നെയാണ്. 3 വർഷത്തെ റിലാക്സേഷൻ OBCക്കും 5 വർഷത്തെ റിലാക്സേഷൻ SC/ST കാറ്റഗറിയിലുള്ളവർക്ക് ലഭിക്കുന്നതാണ്. ഇനി ഈ ഒരു ജോലിയുടെ സ്വഭാവം എന്ന് പറയുന്നത് മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ ബാഗേജ് അല്ലെങ്കിൽ കാർഗോ ഒക്കെ ലോഡിങ്ങും ഓഫ് ലോഡിങ്ങും ആണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഒന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാസഞ്ചേഴ്സ്, ഇപ്പോൾ വീൽ ചെയറിലുള്ള പാസഞ്ചേഴ്സൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ നമ്മൾ പ്ലെയിനിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ അവിടുന്ന് തിരിച്ച് അവരുടെ വാഹനങ്ങളിലേക്ക് എത്തിക്കുക, വാഹനം ഇറങ്ങിയവരെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ അവരുടെ ട്രോളീസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അത്തരം ഡ്യൂട്ടീസ് ആയിരിക്കും പ്രധാനമായിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ജോബിൽ വരുന്നത്. ഈ 3 ജോലിയുടെയും സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ചെറിയ വ്യത്യാസമുള്ളത് മൂന്നാമത്തേതിൻ്റെയാണ്. അതായത് ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞ 2 വേക്കൻസീസ്, അപ്പോൾ അതായത് റാം സർവീസ് എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാം ഡ്രൈവർ, ഇത് രണ്ടിലും ഫസ്റ്റ് നിങ്ങൾക്കൊരു ഈ വാക്കിംഗ് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ട്രേഡ് ടെസ്റ്റിൽ നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ജോലിയിൽ കയറാവുന്നതാണ്. ഈ 2 കാറ്റഗറിയിലും ഇങ്ങനെയാണ് വരുന്നത്. എന്നാൽ മൂന്നാമത്തെ ഹാൻഡിമാൻ ഓർ ഹാൻഡി വുമൻ എന്ന് പറയുന്നതിൽ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ അതായത് ജോലിയുടെ സ്വഭാവം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഈ ലോഡിങ് ആൻഡ് അൺലോഡിങ് എന്ന് പറയുമ്പോൾ അതിൽ അത്യാവശ്യം ശാരീരിക ക്ഷമതയുള്ളവർക്കായിരിക്കും ആ ജോലിയിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഓട്ടം ചാട്ടം തുടങ്ങിയ പരിപാടിയൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ അത് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും. ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് ജോലിയിൽ കയറാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. അപ്ലൈ ചെയ്യുന്ന രീതി ഒന്ന് പറഞ്ഞു തരാം. അതായത് SC/ST അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ എന്നിവർക്ക് ഫീസ് ഇല്ല. ബാക്കിയുള്ളവർക്ക് 500 രൂപ പേയ്മെൻറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ വാക്കിംഗ് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഒരു DD ആയിട്ടാണ് കൊണ്ടുപോകേണ്ടത്. അതായത് AI എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് എന്ന് പേയബിൾ അറ്റ് മുംബൈ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു DD നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം, ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ഒപ്പം തന്നെ നിങ്ങളുടെ മറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം, അതായത് ഇപ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് എടുത്തിരിക്കുന്നൊരു ഫോട്ടോ ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഏതെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് അതിൻ്റെ എല്ലാം കോപ്പീസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഈ ഒരു ടൈമിൽ വേണമെന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എൻഡിലായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം ഇതാ കാണിക്കുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങളുടെ റിസ്യൂം പോലെ അത് ഫില്ല് ചെയ്തിട്ട് ഏത് ടൈപ്പ് ഓഫ് ജോബിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് മുതൽ ബാക്കി കംപ്ലീറ്റ് നിങ്ങളവിടെ പ്രസൻറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ വരെ അതിൽ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കി അത് ഫില്ല് ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പീസും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കയ്യിൽ വയ്ക്കുക. ഒപ്പം ഈ ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റും കയ്യിൽ കരുതിയിട്ടാണ് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കേണ്ടത്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ PDF മുഴുവനായിട്ട് വായിക്കാവുന്നതാണ്. 10ാം ക്ലാസ് യോഗ്യതയിൽ എയർപോർട്ട് ജോബ് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരെ അപ്ലൈ ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള കേരള വേക്കൻസീസ്, ഗൾഫ് വേക്കൻസീസ്, പാർട്ട് ടൈം, ഫുൾ ടൈം, വർക്ക് അറ്റ് ഹോം ജോബ്സ് അറിയുന്നതിനായി ഈ കൊച്ചു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.